ശുദ്ധാത്മാവായി. സുവിശേഷങ്ങളിൽ അൾട്ടിമേറ്റ് പർപ്പസ് സൗഖ്യവും വിടുതലുകളും നേട്ടങ്ങളുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, 10, 15, 20 വർഷമായി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ആൾക്കാർ ചിന്തിച്ചേ, ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇന്നും നമ്മുടെ ലക്ഷ്യം ഭൗതിക നേട്ടങ്ങളാണ് നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് എങ്കിൽ നമ്മൾ ഇന്നും LKG നിൽക്കുക. അവിടുന്ന് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് കയറി ഇപ്പൊ സുവിശേഷങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറെ കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. 1, പരിശുദ്ധാത്മാഭിഷേകം. 2, സ്നാനം. 3, അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പം നുറുക്ക്, ഒരുപാട് കാര്യങ്ങൾ. ഇനി ഞാൻ പറയട്ടെ, അടുത്ത് നമ്മൾ കാണുന്നത് എന്നതാ? സഭ പീഡനങ്ങളിലൂടെ പോകാൻ തുടങ്ങി. സഭ കഷ്ടങ്ങളിലൂടെ പോകാൻ തുടങ്ങി. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പത്രോസ്, യോഹന്നാന്, യാക്കോബ് എന്ന പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരിൽ യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് പിളർന്നു കളഞ്ഞു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടു. അവിടെയും അത്ഭുതങ്ങളുണ്ട്. അവിടെ അത്ഭുതം തീർന്നു പോയിട്ടില്ല. ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനോട് പൊന്നും വെള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന, എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ചിലർ പറയുന്ന സഭയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങൾ ഇല്ലെന്നാ. എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, സഹോദരിയുടെ വീടിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കുഴൽക്കിണറുണ്ടോ? അവിടുന്ന് അങ്ങോട്ട് പിന്നെ കുഴൽക്കിണർ കഴിഞ്ഞപ്പോ ഈ സഹോദരി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറി പോകുമ്പോൾ അവിടെ ഒരു കെട്ടിടം കാണുന്നല്ലോ, അത് എന്താ സഹോദരിയെ കെട്ടിടം? അപ്പം ഒരാൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ കുഴൽക്കിണർ കണ്ട പുള്ളിക്ക് ഈ കെട്ടിടം എന്നാന്ന് വെളിപ്പെട്ടില്ലേ എന്ന്. എന്തെല്ലാം മണ്ട ചോദ്യം. കാരണം വിടുതലുകളൊന്നും നടക്കരുതെന്ന് ആഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, അഗബോസ് ഒരുവന്റെ അരക്കച്ച എടുത്ത് കൈ കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടയവനെ ഇതുപോലെ യെരുശലേമിൽ വെച്ച് കെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ അഗബോസിന് പറഞ്ഞാൽ പോരെ, ഇത് പൗലോസിന്റെ ആണ് ഈ അരക്കച്ച, ഈ അരക്കച്ച ഇത് ഞാനെടുത്ത് കെട്ടാൻ പോവാ, ഇതുപോലെ പൗലോസിനെ റോമിൽ വെച്ച് കെട്ടു, യെരുശലേമിൽ വെച്ച് കെട്ടു എന്ന് പറഞ്ഞാൽ പോരെ? നമ്മൾ എന്തിനാ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ. അതെന്നാ പ്രവചനമാ? ഏത് അത്തിയാന്ന് പറയണ്ടേ? അത് നമ്മൾ അങ്ങോട്ട് ഗലീലയിലേക്ക് നടന്നു പോകുമ്പോൾ 17ാമത്തെ അത്തിയുടെ വടക്ക് വശത്ത് നിൽക്കുന്ന കുഞ്ഞത്തിയുടെ അപ്പുറത്ത് തെക്ക് വശത്ത് നിൽക്കുന്ന ഒരു വലിയ അത്തിയുടെ കീഴിൽ നിന്ന് കർത്താവ് പറഞ്ഞോ? ഇല്ല. അത്തിയുടെ കീഴിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ചെറിയ കാര്യങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന, എന്ന് പറയാൻ ഞങ്ങളുടെ സൈൻ ഇല്ലാത്തതൊന്നും ഞങ്ങൾ ഇതിനകത്ത് അനുവദിക്കുകയില്ലെന്ന് പറയുന്ന ഒരു കൂട്ടം ജഡീകന്മാരും അതിഭയങ്കരമായ കുഴപ്പം ചെയ്യുന്ന ആൾക്കാരുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളെല്ലാം പോയത്, വീണ്ടും ഞാനത് ആവർത്തിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ, നമ്മളെല്ലാവരും പോയത്